ഹായ്, എസ്എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളുമൊത്ത് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ദീർഘകാലം നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പെരുമാറ്റ രീതികൾ, അത് നമുക്ക് സൈനുകളായിട്ട് എടുക്കാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും ഒന്ന് കോൾ ചെയ്യാനാണെങ്കിലും മെസ്സേജ് അയക്കാനാണെങ്കിലും നിങ്ങൾ മൊത്തം ട്രിപ്പ് പോകാനാണെങ്കിലും നിങ്ങൾ നേരിട്ട് കാണാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവരായിരിക്കും പെട്ടെന്ന് മുൻകൈ എടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വീട്ടിൽ പറയാൻ പോലും അവരായിരിക്കും മുൻകൈ എടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അവരാദ്യം പറയാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാത്തിനും ഒരു എഫേർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു മുൻകൈ എടുക്കാനായിട്ട്, ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു സൈനാണ്. നിങ്ങൾ മൊത്തം ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ. അങ്ങനെയല്ല ചുമ്മാ ഒരു ടൈം പാസിനാണെങ്കിൽ ഒരിക്കലും അവർ നിന്ന് തരില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനൊക്കെ ഒരു മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ പാഷൻ, അവരുടെ ഗോൾസ്, ഇതൊക്കെ നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്യും എന്നുള്ളതാണ്. പാഷൻ എന്ന് പറയുമ്പോഴും ഗോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അവർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറുള്ളത് ഒന്ന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കും. എല്ലാ കാര്യങ്ങളും അറിയുന്ന, പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരാളോടായിരിക്കും. അതേപോലെ നമുക്ക് വിശ്വാസമുള്ളൊരു പേഴ്സണും കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രണയവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറച്ചു വെക്കാനൊന്നും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ ഓപ്പണായിട്ട് പറയും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ പാഷൻ, അവരുടെ ഗോൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയും. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട്, മോട്ടിവേഷനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഒരു കൈത്താങ്ങായിട്ട് നിങ്ങൾ കൂടെ കൂടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരെപ്പോഴും ഇത് പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി പെരുമാറും. ഒരിക്കലും അവരുടെ ആഗ്രഹങ്ങളും പാഷനൊക്കെ ഇതാണെന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾ ചെയ്താൽ പോരെ, ഞാൻ എന്തിനാ അതിൽ ഇടപെടാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കരുത്. അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടുക. നിങ്ങളെ കൊണ്ടത് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ അവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. കുറച്ച് കാലത്തേക്കല്ല, ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ബന്ധം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അവരുടെ ഭാവിയിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കുക, വീട് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളോട് പറയും. പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്കൊരു കാറ് വാങ്ങിക്കണം, നമുക്ക് വലിയൊരു വീട് വയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. ആഗ്രഹങ്ങളാണ്. ഒരിക്കലും ഇത് ലക്ഷ്യം എന്നുള്ളൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആഗ്രഹങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉള്ള കുറേ ആഗ്രഹങ്ങളാണ്. അതായത് നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു വീട് ഇങ്ങനെ വയ്ക്കണം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീട് വയ്ക്കണം, ആ വീട്ടിൽ ഉള്ളിലുള്ള റൂമുകൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു കാറ് വാങ്ങിക്കണം, ഇന്ന കാറ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ അവർ പറയും. ഇതിലെല്ലാത്തിലും നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ എന്നുള്ള കാര്യം പറയുന്നുണ്ടാവും. അങ്ങനെ നമ്മളെന്ന് പറയുന്നത് ശരിക്കും അവർ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ട് നമ്മളെന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ച് പറയണമെന്നായിരിക്കില്ല. അവരുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റായിട്ടുണ്ടാവും നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്നുള്ളത്. ഇനി നമ്മളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പോലും അറിയാണ്ട് പുറത്ത് വരുന്നതാണ് നമുക്കത് ചെയ്യണം, നമുക്കത് ചെയ്യണം എന്നൊക്കെ. ആ നമ്മളെന്ന് പറഞ്ഞ വേർഡിന് വലിയ വിലയുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാവിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സൈനുകളിൽ ഒന്നായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, അവരുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ അവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പേടിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു മേ ബി അവരത് ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും. എന്നാൽ അവരുടെ അച്ഛനോടും അമ്മയോടും നിങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ള ആളുകളോടൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സിനോടാണെങ്കിലും പറയുന്നുണ്ട്, അവരൊക്കെ വളരെ മാന്യമായ രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഒരു കാര്യം എന്ന് പറയുന്നത്, അവരോട് നിങ്ങൾ ആരാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെത്ര സിൻസിയർ ആയിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരുടെ, അതായത് അവരുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അവർ കുറച്ച് മോശമായിട്ടൊക്കെ ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്, നിൽക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതും വലിയ രീതിയിലുള്ള നല്ല കാര്യങ്ങളായിക്കൊള്ളണം എന്നില്ല. നേരെ മറിച്ച് എപ്പോഴും ഒരു മാനേഴ്സ് കീപ്പ് ചെയ്ത് വളരെ മാന്യമായ രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞിട്ടുള്ളതും അത്രയും നല്ല കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും
ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഇവർ നിങ്ങളെ അവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് സൈൻ ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കും എന്നുള്ളതാണ്. അവർക്ക് ഹൈഡ് ചെയ്യാനൊന്നും ഉണ്ടായിരിക്കില്ല, ഒന്നും മറച്ചു പിടിക്കില്ല, എല്ലാം അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പൊട്ടത്തരമൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരത് പറയും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർക്ക് വലിയ പേടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതും പറയും. അതായത് ചില ആളുകളുണ്ട് പാമ്പിനെ പേടി വലിയ പേടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവർക്ക് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പേടിയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിലും നിങ്ങളോട് പറയും. നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഈ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കില്ല. അവർ ഓപ്പണായിട്ടെല്ലാം പറയുന്ന ആളുകളായിരിക്കും. അത് ശരിക്കും സ്നേഹിക്കുന്ന ആളുകളുടെ നല്ലൊരു സൈനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് കളിയാക്കല്ല ചെയ്യേണ്ടത്, നിങ്ങളോടുള്ള വിശ്വാസവും ഇഷ്ടവും കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലിസണർ ആയിരിക്കും അവരെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ കേട്ടിരിക്കും, നന്നായിട്ട് തന്നെ കേട്ടിരിക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം തിരക്കൊക്കെ അവർക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് അവർ കേട്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കേൾക്കാൻ മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ക്ഷമയുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്നതാണ്. നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ക്ഷമ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അതായത് സംസാരിക്കുമ്പോൾ കേട്ടിരിക്കണം, ഇവളെ എൻ്റെയാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇവളെ സ്നേഹിക്കുന്നത്, ഇനി ഇവളെ കേൾക്കാനുള്ളത് ഞാനാണ്, ഇവൾക്ക് എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു പേഴ്സൺ ഞാനാണെന്നുള്ള ചിന്ത അവരിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ക്ഷമ വരും. അപ്പോൾ ആ രീതിയിൽ അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നല്ല ലിസണറായിട്ട് അവർ മാറുന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല സൈനായിട്ട് എടുക്കാം. അവർ നിങ്ങളുമായിട്ടുള്ളൊരു ലോങ് ടേം റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാനല്ല അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്, ഒരുപാട് കാലം നിങ്ങളെ കൂടെ കൂട്ടാനാണ്. എന്നും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. സോ തിരിച്ചും അങ്ങനെ തന്നെ സ്നേഹിക്കുക, പരസ്പരം മനസ്സറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാനും സ്നേഹിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരുടെയും ബന്ധം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്